ബാംഗ്ലൂര് മലയാളി യുവതിയെ ചവിട്ടിക്കൊന്നു. ബാംഗ്ലൂര് അവിടെ ഒരു ജോലിക്ക് പോയതായിരുന്നു ഈ മലയാളി യുവതി. വാടാനപ്പള്ളി തളിക്കുളം 10ാം കല്ല് സ്വദേശി മങ്ങാട്ട് സുനിത. അവർ ഒരു പരസ്യവും കണ്ടിട്ട് ബാംഗ്ലൂർ പോയി. 47 വയസ്സുണ്ട് അവർ. ഈ സുനിതയും ഭർത്താവ് ഷിൻജോയും അവർ വാടാനപ്പള്ളിയിൽ ഒരു 100-160ഓളം പട്ടികളെ വളർത്തുന്നുണ്ട്. അനാഥരായ പട്ടികളെ എടുത്ത് വളർത്തി അവർക്ക് തീറ്റയും കൊടുത്ത് അങ്ങനെ ജീവിക്കുന്നവരാണ് ഷിൻജോയും ഭാര്യ സുനിതയും. അവർ പത്രത്തിൽ ഒരു പരസ്യവും ചില ഫേസ്ബുക്കിലും മറ്റേതിലൊക്കെ ഒരു പട്ടിയെ നോക്കാനായിട്ട് ആളെ ആവശ്യമുണ്ട് എന്ന് വാർത്ത കണ്ടപ്പം ഇവരപേക്ഷിച്ചു. ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ 40,000 രൂപ നല്ല ശമ്പളം, അവിടെ താമസിക്കാൻ സൗകര്യമുണ്ട്, ഒരു 16 പട്ടിയുണ്ട് അവിടെ ഒരാൾക്ക്, അതിനെ സംരക്ഷിക്കണം. അതുകൊണ്ട് അവരപേക്ഷിച്ചു. അവർ ജോലിക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ തളിക്കുളത്തെ വീട്ടിലെ സുനിത അവളുടെ ബന്ധുവായ ചന്ദ്രാപ്പിനി സ്വദേശിയായ ഒരു പെൺകുട്ടിയും കൂട്ടി ബാംഗ്ലൂർക്ക് പോയി. അവർ ബാംഗ്ലൂരെത്തി. ഏപ്രിൽ 17 ജോയിൻ ചെയ്തു. കൂടെ ഒരു പെൺകുട്ടിയുണ്ട്, 40,000 രൂപ ശമ്പളവും. പക്ഷേ അതിൻ്റെ ഉടമസ്ഥൻ, അവിടുത്തെ 16 പട്ടിയെ സംരക്ഷണം ആവശ്യപ്പെട്ട ഉടമസ്ഥൻ ദീപക് എന്ന് പറഞ്ഞ ആൾ വളരെ മോശമായിട്ട് ഇവരോട് പെരുമാറാൻ തുടങ്ങി. അപ്പോൾ അവർ അതൊക്കെ ജോലി മതിയാക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇയാൾ ഏപ്രിൽ 17 ജോലിക്ക് കയറുന്ന അവർ മെയ് മാസം ആയിപ്പോയപ്പോൾ ഏകദേശം 10-25 വയസ്സായി, 25 ദിവസമായി കഴിഞ്ഞപ്പം അയാളുടെ ഉപദ്രവം കൂടി വന്നപ്പം അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. മെയ് 3 അവർ നാട്ടിലേക്ക് മടങ്ങുമെന്ന് അയാളെ അറിയിച്ചു. അയാൾ അവരെ ബലം പ്രയോഗിച്ച് ചവിട്ടി താഴെയിട്ട് അവരുടെ കഴുത്തിലും അവരുടെ തലയിലും ഇയാൾ ചവിട്ടി. അത് വലിയ പ്രശ്നമായി. ആ സമയത്ത് ഈ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ആണെന്ന് തോന്നുന്നു. ഇയാൾ ഉപദ്രവം കൂടി ഇവരെ ചവിട്ടി, ഇവരെ മുടി കുത്തിപ്പിടിച്ച് ഇവരെ ഭിത്തിയിലേക്ക് എറിഞ്ഞു. പോലീസിനെ വിളിച്ചു. ബാംഗ്ലൂർ പോലീസ് അവിടെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഇവരെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്ന കണ്ടു പോലീസ്. പോലീസ് മുറി തുറന്ന് അകത്ത് കയറി. ഈ സമയം ദീപക് പെട്ടെന്ന് വന്നിട്ട് പോലീസുകാരും കൂടെ ചേർത്ത് ആ മുറിയിൽ പൂട്ടിയിട്ടു. അതിനുശേഷം പോലീസുകാർ അവിടുത്തെ ലോക്കൽ പോലീസ് SHO വിളിച്ച് അവിടുന്ന് കൂടുതൽ പോലീസ് എത്തി. വീട് പൊളിച്ച് അകത്ത് കയറി അതിനകത്ത് ഇവരെ രക്ഷപ്പെടുത്തി. പക്ഷേ തറയിൽ വളരെയധികം പരിക്കേറ്റ് തലയ്ക്ക് മുഴുവനായിട്ടും കഴുത്തിലും ചവിട്ടി പരിക്കേൽപ്പിച്ച് അബോധാവസ്ഥയിൽ കിടക്കുന്ന സ്ത്രീയെ അവർ ഹോസ്പിറ്റലിലാക്കി. ഹോസ്പിറ്റലിൽ വെച്ച് അവിടെ അവർ കൂടെ ഉണ്ടായിരുന്ന ചന്ദ്രോപ്പിനി ആ പെൺകുട്ടി ഭർത്താവിനെ അറിയിച്ചു. അങ്ങനെ ഷിൻഡോ ബാംഗ്ലൂരെത്തി. അബോധാവസ്ഥയിൽ കിടന്ന അവരെ അയാൾ നാട്ടിലേക്ക് കൊണ്ടുവന്ന്, കേരളത്തിലേക്ക് കൊണ്ടുവന്നു, വീട്ടിൻ്റെ അടുത്തേക്ക് ചികിത്സിക്കാനായിട്ട് കൊണ്ടുവന്നു. അവിടെ വെച്ച് ഇവർ മരണപ്പെട്ടു. ഈ 16 പട്ടിയെ നോക്കാനായിട്ട് 40,000 രൂപ ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോയെന്ന് എനിക്ക് തോന്നുന്നു. അവരെ ബന്ധുവായ ചന്ദ്രാപ്പിനി സ്വദേശി പെൺകുട്ടിയും കൂട്ടി സുരക്ഷിതത്തിന് വേണ്ടിയിട്ടായിരിക്കാം അവരെയും കൂട്ടിക്കൊണ്ട് 40,000 രൂപ ശമ്പളം ഉണ്ടല്ലോ, അക്കോമഡേഷനും ഉണ്ട്. അവൻ്റെ കഞ്ഞിയും വെച്ചം കൊച്ചു 5,000 രൂപ 10,000 രൂപ കൂടി ചിലവാകത്തില്ല. അത് കണക്കാക്കിയായിരിക്കും ആ പെൺകുട്ടി ബാംഗ്ലൂരിൽ പോയത്. ഏതായാലും സുനിതയ്ക്ക് 47 വയസ്സുണ്ട്. അവർ മരണപ്പെട്ടു. അതൊരു മർഡറാണ്, കൊലപാതകമായി. ദീപക് മോശമായി പെരുമാറി എന്നുള്ള വിവരം ഭർത്താവിനെ അറിയിച്ചു. മടങ്ങിപ്പോരാൻ ഭർത്താവും അങ്ങനെ അനുവാദം കൊടുത്തു. ദീപക് കൃഷ്ണൻ എന്ന ആൾ ഷിൻഡോയ്ക്ക് ഒരു സന്ദേശം അയച്ചു. ഭാര്യയുടെ ഈ അവസ്ഥയിൽ അവിടെ നിന്ന് കേരളത്തിലേക്ക് ഭാര്യയെ ചികിത്സിക്കാൻ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് കൊടുത്തു. സുനിതയെ ഞാൻ നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അവൾ ചത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞൊരു മെസ്സേജ്. അതാണ് കഠിന ഹൃദയമുള്ള ഒരു എഴുത്തായിരുന്നു അത്. മരിച്ചു കഴിഞ്ഞപ്പം പോലീസിലേക്ക് ഈ മെസ്സേജ് ഹാജരാക്കിയിട്ടുണ്ട്. അയാളുടെ ഇൻറ്റൻഷൻ വളരെ ക്ലിയറാണ്, കൊല്ലാൻ തന്നെയാണ്. അവരെ ഉപദ്രവിച്ചു, അതിന് വഴങ്ങാത്തതുകൊണ്ടായിരിക്കാം അയാൾ കൊന്നത്. ഇയാൾക്കൊരു സൈക്കിക് കേസാണെന്ന് തോന്നുന്നു. ഇയാൾ 16 പട്ടികളെ സംരക്ഷിക്കുന്നുണ്ട്. മനുഷ്യനെ സംരക്ഷിക്കില്ല, പട്ടികളെയാണ് സംരക്ഷിക്കുന്നത്. 40,000 രൂപ ശമ്പളം കൊടുക്കാൻ ഇവരെ പറ്റിച്ചതാണോ എന്ന് സംശയം. അതിനുള്ള വരുമാനം ഇയാൾക്കുണ്ടോ?
അത് നമുക്കറിയില്ല. എന്തായാലും ഈ സുനിതയും ഭർത്താവും അവർ ഏകദേശം 160ഓളം തെരുവ് നായ്ക്കളെയും പട്ടികളെയും സംരക്ഷിക്കുന്നുണ്ട്. അവർ വാടാനപ്പള്ളിയിലെ അടുത്തുള്ള 7 സ്കൂളിലെ ഉച്ചഭക്ഷണത്തിലുണ്ടാകുന്ന വേസ്റ്റ് അത് മുഴുവൻ അവർ കളക്ട് ചെയ്തിട്ടാണ് ഈ പട്ടികൾക്ക് കൊടുക്കുന്നത്. 7 സ്കൂളിലെ ഫുഡ് വേസ്റ്റ് ഉള്ളത് കൊണ്ട് പട്ടികൾക്ക് സുഭിക്ഷമായ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയുന്നു. അതിന് വലിയ പണം മുടക്കമൊന്നുമില്ല. അത് കൊണ്ടുവരാനും അത് എടുക്കാനും പോകാനുള്ള യാത്രാ ചെലവുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതായാലും അവർ 160 പട്ടികളെ സംരക്ഷിക്കുന്നവർ വെറും 16 പട്ടികളെ സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞപ്പം അവർ വളരെ ഉത്സാഹത്തോടെ പോയി. കാരണം 16 പട്ടിയേ ഉള്ളൂ, 160 സംരക്ഷിക്കുന്നവരാണ്. അതുകൊണ്ടായിരിക്കും ആ ജോലി സ്വീകരിക്കാൻ പോയത്. പക്ഷേ അയാളൊരു സൈക്കിക് കേസായി എന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതവരുടെ മരണത്തിലേക്കും ആ കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത.